കണ്ടോ ഇതേ ഇത് വാഴക്കൊല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വന്നതാണ്. അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഇതിപ്പോൾ ഇന്നലത്തെ കാറ്റത്ത് പൊട്ടിയതാണ്. ഇതിലിപ്പോൾ കണ്ടില്ലേ, ഇതിവിടെ കുറേ സാധനങ്ങൾ തിന്ന് തീർത്തിട്ടുണ്ട്. അണ്ണ വവ്വാല പാറ്റാക്കിയിട്ട് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണ വിളവായാൽ അവർക്കാണ് ആദ്യം അറിയുക. ഇത് എന്താ പറയുക, പൂർണ്ണ മൂപ്പായി കഴിഞ്ഞാൽ ഈ പറയുന്ന വവ്വാലും അണ്ണാനും ഈ പാറ്റയ്ക്കൊക്കെയാണ് ഇതിനെ ആദ്യം അറിയുക, ഇതിൻ്റെ മൂപ്പ്. ഇതിൽ വവ്വാലൊക്കെ കടിച്ച സാധനമാണ്. ഈ നിപ്പ കുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ജനങ്ങളെ എന്താ പറയുക കൊല്ലാക്കൊല ചെയ്യിക്കുന്ന രീതിയാണ്. ഇപ്പം നമ്മുടെ മലബാർ മേഖലയിൽ മാത്രമാണ് ഈ നിപ്പൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത് നമ്മൾ. ഇത് എൻ്റെ വീട്ടിലൊരു 6 മാസത്തിലൊരിക്കൽ ഒരു വാഴക്കൊല ഇതുപോലെ പൊട്ടിക്കൂടും അല്ലെങ്കിൽ പഴുക്കും. അപ്പോൾ അതിൽ ആദ്യം വന്ന് അത് ആദ്യം കൈ വയ്ക്കുന്ന ഈ പറയുന്ന വവ്വാലായിരിക്കും, അല്ലെങ്കിൽ അണ്ണാനായിരിക്കും, അല്ലെങ്കിൽ വല്ല ചേരപ്പാമ്പായിരിക്കും, അല്ലെങ്കിൽ പാറ്റയായിരിക്കും, കൊതുവായിരിക്കും. പക്ഷെ ഇന്ന് വരുതാ എന്താ ഇത് രാത്രി പൊട്ടി വീണു. ഇതൊക്കെ നിപ്പ തിന്നാണ്. പക്ഷെ അത് തന്നെ നമ്മൾ തിന്നിരിക്കണം. ഈ വർഷങ്ങളായിട്ട് നമ്മളിത് തിന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മാവിൻ്റെ മാങ്ങ അവിടെ ഉണ്ട്. രാത്രി അവിടെ വീഴും. നമ്മൾ രാവിലെ എടുത്താലും ചെത്തി കഴുകി വെള്ളച്ചോറ് സുഖമായിട്ട് എടുക്കും. വർഷങ്ങളായിട്ട് തിന്നുകൊണ്ടിരിക്കുക. ഇന്ന് വരെ ഇല്ലാത്ത പാവൻ നിപ്പയും കിപ്പയും പറഞ്ഞ് പാവ ആ ജീവന് എന്നാ കൊല ചെയ്ത് പാവൻ ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക പേടിപ്പിച്ച് കൊല്ലുന്നു. അപ്പോൾ പേടിച്ചാരും മരിക്കണ്ട. ഒരു 25 വർഷമായിട്ടെങ്കിലും ഞാൻ ഇതുപോലെ മാങ്ങ ചക്ക തേങ്ങ ഒക്കെ ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ തിന്നുന്നു. ഇന്ന് വരെ ഒരു നിപ്പയിലോ കിപ്പിയില്ല. പാവൻ ജനങ്ങളെ കൊല ചെയ്യല്ലേ, പേടിച്ച് മരിക്കല്ലേ ജനങ്ങളെ. അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.